കൊടും ചൂടിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന മുഖ്യമന്ത്രി ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശം. പൊതു ഇടങ്ങളിൽ തണ്ണീർ പന്തൽ ഉറപ്പാക്കണം. അംഗനവാടികളിലും സ്കൂളുകളിലും കൂൾ റൂഫ് ഒരുക്കണം. ട്രാഫിക് സിഗ്നലുകളുടെ സമയം കുറയ്ക്കുന്നത് പരിശോധിക്കണമെന്ന് തുടങ്ങിയ നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രി നൽകി. അമൽ തേനമ്പറമ്പിൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, എന്തൊക്കെയാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉണ്ടായ തീരുമാനങ്ങൾ? ശക്തമായ ചൂടാണ് എല്ലായിടങ്ങളിലും ഉണ്ടാകുന്നത്. പലയിടങ്ങളിലും ആളുകൾക്ക് സൂര്യതാപം ഏൽക്കുന്നതടക്കമുള്ള വാർത്തകൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഉഷ്ണതരംഗം നേരിടാനായി എന്തെല്ലാം തരത്തിലുള്ള മുൻകരുതൽ സ്വീകരിക്കണമെന്ന കാര്യം വിശദമായി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. ഈ യോഗത്തിൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. ആ യോഗത്തിലുണ്ടായിരിക്കുന്ന നിർദ്ദേശമാണ്. ഇപ്പോൾ തന്നെ വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിലായി ഈ കുടിവെള്ള വിതരണവും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. ആളുകൂടുന്ന ബസ് സ്റ്റാൻഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ, റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള കുടിവെള്ള വിതരണവും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. അത് കൂടുതൽ വ്യാപിപ്പിക്കണം എന്നൊരു നിർദ്ദേശമുണ്ടായിരിക്കുന്നു. അതിന് ട്രേഡ് യൂണിയൻ സംഘടനകളും അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെല്ലാം ഒപ്പം കൂട്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും കാരണവശാൽ തളർച്ചയുണ്ടാവുകയോ സൂര്യാഘാതം ഏൽക്കുന്നത് പോലത്തെ സംഭവം ഉണ്ടാവുകയോ ചെയ്താൽ ഏറ്റവും അടിയന്തരമായ പ്രഥമ ശുശ്രൂഷ നൽകാനുള്ള ക്രമീകരണങ്ങളും പലയിടങ്ങളിലായി ഒരുക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി ഇന്ന് യോഗത്തിൽ നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ട്രാഫിക് സിഗ്നലടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് സമയം ആളുകൾക്ക് കിടക്കേണ്ടി വരികയാണ്. പ്രത്യേകിച്ചും ഈ ബൈക്ക് യാത്രികരായ ആളുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. സിഗ്നലുള്ള സ്ഥലത്ത് ഒരുപാട് സമയം നിർത്തിയിടേണ്ടി വരുന്നു. അതിൻ്റെ സമയം കുറയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ, ദൈർഘ്യം കുറയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കാനൊരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നിലവിലെന്തായാലും ഈ കുടിവെള്ള വിതരണം അടക്കമുള്ള കാര്യങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തിയത്. മോദി. ശരി, വിശദാംശങ്ങൾ നൽകിയത് അമൽ തേനമ്പറമ്പിലാണ്. കടുത്ത ചൂടിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു യോഗം വിളിച്ചു ചേർത്ത് ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയത്.